മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇസ്രായേൽ മുഴുവൻ്റെയും ഭരണാധികാരിയായി ദാവീദ് രാജാവ് ഉയർത്തപ്പെട്ടതിനെക്കുറിച്ച് 2 സാമുവേൽ 2-ാം അധ്യായം 8 മുതൽ 10-ാം അധ്യായം 19-ാം വാക്യം വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് ഇന്ന് ചിന്തിക്കാം. വിഭജിതമായിരുന്ന രാജ്യത്തിൽ നിന്ന് ദാവീദിനെ ഏകീകൃതവും സമാധാനപൂർണവുമായ ഒരു രാഷ്ട്രത്തിലേക്ക് നയിച്ചുകൊണ്ട് ദൈവം തൻ്റെ വാഗ്ദാനം എങ്ങനെ ഘട്ടം ഘട്ടമായി നിറവേറ്റിയെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. 1. ഏകീകൃത രാജവാഴ്ചയിലേക്കുള്ള മാറ്റം. 2 സാമുവേൽ 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ 5-ാം അധ്യായം 5-ാം വാക്യം വരെ. ഫിലിസ്തർക്കെതിരെയുള്ള യുദ്ധത്തിൽ സൗൾ രാജാവും മകൻ യോനാഥാനും മരിച്ചതിന് ശേഷം ഇസ്രായേലിൽ അനിശ്ചിതത്വത്തിൻ്റെയും വിഭജനത്തിൻ്റെയും ഒരു കാലഘട്ടം നിലവിൽ വന്നു. പ്രവാചകനായ സാമുവേൽ നേരത്തെ തന്നെ ദാവീദിനെ അഭിഷേകം ചെയ്തിരുന്നെങ്കിലും 1 സാമുവേൽ 16-13 അദ്ദേഹം ഉടൻ തന്നെ രാജ്യം മുഴുവനും ഭരണം ഏറ്റെടുത്തില്ല. ഏതൊരു ചുവടുവെപ്പിന് മുൻപും ദാവീദ് ദൈവഹിതം തേടിയിരുന്നു. താൻ യൂദയ പട്ടണങ്ങളിലേക്ക് പോകണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഹെബ്രോനിലേക്ക് പോകാൻ കർത്താവ് അദ്ദേഹത്തിന് വ്യക്തമായ നിർദ്ദേശം നൽകി. അവിടെ വെച്ച് യൂദാ ഗോത്രക്കാർ അദ്ദേഹത്തെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. അങ്ങനെ ദാവീദ് തൻ്റെ ഭരണം ആരംഭിച്ചെങ്കിലും അതൊരു ഗോത്രത്തിന്മേൽ മാത്രമായിരുന്നു. ഇസ്രായേലിൻ്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരു ഭരണാധികാരിയുടെ കീഴിലായിരുന്നു. അതേസമയം സൗളിൻ്റെ സൈന്യാധിപനായിരുന്ന അബ്നേർ സൗളിൻ്റെ വംശാവലി നിലനിർത്താൻ മുൻകൈ എടുത്തു. അദ്ദേഹം സൗളിൻ്റെ ഏകപുത്രനായ ഈശ് ബോശത്തിനെ ജോർദാൻ അക്കരെയുള്ള മഹനീയമിലേക്ക് കൊണ്ടുപോയി. ഗിലെയാദ്, അശൂർ, ഇസ്രയേൽ, എഫ്രൈം, ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി വാഴിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഈശ് ബോശത്ത് 2 വർഷം ഭരിച്ചപ്പോൾ ദാവീദ് 7.5 വർഷം ഹെബ്രോനിൽ യൂദായെ ഭരിച്ചു. 2 സാമുവേൽ 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഈ വിഭജനം സൗളിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിലുള്ള ദീർഘകാല പോരാട്ടത്തിന് കാരണമായി. തിരുവചനം ഈ കാലഘട്ടത്തെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു: സൗളിൻ്റെ ഭവനവും ദാവീദിൻ്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സൗളിൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചുകൊണ്ടിരുന്നു. 2 സാമുവേൽ 3-ാം അധ്യായം 1-ാം വാക്യം. ഈ പോരാട്ടം കേവലം രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ക്രമേണ വെളിപ്പെടുത്തുകയായിരുന്നു. ഗിബെയോനിലെ കുളത്തിനടുത്ത് വെച്ച് അബ്നേറിൻ്റെ സൈന്യവും യോവാബാവിൻ്റെ നേതൃത്വത്തിലുള്ള ദാവീദിൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. 2 സാമുവേൽ 2-ാം അധ്യായം 11 മുതൽ 17 വരെ വാക്യങ്ങൾ. തിരഞ്ഞെടുത്ത യോദ്ധാക്കൾ തമ്മിൽ ഉള്ള മത്സരമായി തുടങ്ങിയത് പെട്ടെന്ന് വലിയ യുദ്ധമായി മാറി. ഈ സംഘർഷത്തിന് ഇടയിൽ യോവാബാവിൻ്റെ സഹോദരനായ അസഹേൽ അബ്നേറിനെ പിന്തുടർന്നുവെങ്കിലും ആത്മരക്ഷാർത്ഥം അബ്നേർ അവനെ വധിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 23 വരെ വാക്യങ്ങൾ. ഈ സംഭവം പിന്നീട് വലിയ ഒരു വ്യക്തിപരമായ പ്രതികാരത്തിന് കാരണമായി തീർന്നു. കാലക്രമേണ സൗളിൻ്റെ പാളയത്തിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. സൗളിൻ്റെ ഉപനാരിയായ റിസ്പായെ അബ്നേർ സ്വന്തമാക്കിയെന്ന് ഈശ് ബോശത്ത് ആരോപിച്ചു. ഒരു രാജാവിൻ്റെ ഉപനാരിയെ സ്വീകരിക്കുന്നത് രാജാധികാരത്തിന്മേലുള്ള അവകാശവാദമായി വ്യാഖ്യാനിക്കപ്പെടാമായിരുന്നു. 2 സാമുവേൽ 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഈ ആരോപണത്തിൽ പ്രകോപിതനായ അബ്നേർ ഈശ് ബോശത്തിനെതിരെ തിരിയുകയും ദാവീദിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ദാവീദിൻ്റെ വാഗ്ദാനം തിരിച്ചറിഞ്ഞ അദ്ദേഹം ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും ഭരിക്കേണ്ടതിനായി രാജ്യം സൗളിൻ്റെ കുടുംബത്തിൽ നിന്ന് ദാവീദിലേക്ക് മാറ്റുമെന്ന് ഉറപ്പിച്ചു. 2 സാമുവേൽ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. തുടർന്ന് അബ്നേർ ദാവീദുമായി ചർച്ചകൾ നടത്തുകയും ഇസ്രായേൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. 2 സാമുവേൽ 3-ാം അധ്യായം 12 മുതൽ 21 വരെ വാക്യങ്ങൾ. ദാവീദ് അദ്ദേഹത്തെ സമാധാനത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിനായി ഒരു വിരുന്ന് ഒരുക്കുകയും ചെയ്തു. ഇത് അനുരഞ്ജനത്തിനും ഐക്യത്തിനുമുള്ള ദാവീദിൻ്റെ സന്നദ്ധത വെളിപ്പെടുത്തി. എങ്കിലും ഈ ശുഭകരമായ നീക്കം പെട്ടെന്ന് തടസ്സപ്പെട്ടു. തൻ്റെ സഹോദരൻ അസഹേലിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനായി യോവാബ് ചതിയിലൂടെ അബ്നേറിനെ തിരിച്ചു വിളിക്കുകയും ഹെബ്രോനിൽ വെച്ച് വധിക്കുകയും ചെയ്തു.
സാമുവേൽ 2-ാം പുസ്തകം 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ഈ പ്രവൃത്തി ദാവീദിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ ദാവീദ് പരസ്യമായി ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും തൻ്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2 സാമുവേൽ 3-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അദ്ദേഹം ഉപവാസത്തോടും വിലാപഗീതത്തോടും കൂടി അബ്നേറിനെ ആദരിച്ചു. 2 സാമുവേൽ 3:33. ദാവീദിൻ്റെ ആത്മാർത്ഥതയും നീതിയും ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. ഉടനെ തന്നെ വടക്കൻ രാജ്യത്ത് അസ്ഥിരത തുടർന്നു. ബാന, രേഖാബ് എന്നീ 2 സേനാധിപന്മാർ ഈശ്ബോശത്തിനെതിരെ അദ്ദേഹത്തെ വിശ്രമിക്കുമ്പോൾ വധിക്കുകയും പ്രതിഫലം പ്രതീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശിരസ് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ. എന്നാൽ അവർക്ക് പ്രതിഫലം നൽകുന്നതിന് പകരം ദാവീദ് അവരുടെ ക്രൂര കൃത്യത്തെ അപലപിച്ചു. ഒരു നീതിമാനെ സ്വന്തം വീട്ടിൽ വെച്ച് കൊല്ലുന്നത് വലിയ പാപമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അവരെ വധിക്കാൻ ഉത്തരവിട്ടു. സാമുവേൽ 2-ാം പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ഒടുവിൽ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലെയും ശ്രേഷ്ഠന്മാർ ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്, 2 സാമുവേൽ 5:1 എന്ന് പറഞ്ഞ് അവർ ഐക്യം പ്രഖ്യാപിച്ചു. സൗളിൻ്റെ കാലത്ത് പോലും ഇസ്രായേലിനെ നയിച്ചിരുന്നത് ദാവീദാണെന്നും എൻ്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെന്നും അവർ അംഗീകരിച്ചു. അങ്ങനെ എല്ലാ ശ്രേഷ്ഠന്മാരും ഹെബ്രോനിൽ വെച്ച് കർത്താവിൻ്റെ മുമ്പാകെ ദാവീദുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 5 അധ്യായം 3-ാം വാക്യം. ഭരണം തുടങ്ങുമ്പോൾ ദാവീദിന് 30 വയസ്സായിരുന്നു. അദ്ദേഹം 40 വർഷം ഭരിച്ചു. 2 സാമുവേൽ 5-ാം അധ്യായം 4-ാം വാക്യം. നീണ്ട വിഭജനകാലം അവസാനിക്കുകയും ഇസ്രായേൽ ഒടുവിൽ ദൈവം തിരഞ്ഞെടുത്ത രാജാവിൻ കീഴിൽ ഒന്നാവുകയും ചെയ്തു. യഹൂദ വീക്ഷണത്തിൽ ഇസ്രായേലിലെ രാജവാഴ്ച ദൈവത്താൽ നയിക്കപ്പെടുന്നതാണ് എന്ന് ഈ കാലഘട്ടം തെളിയിക്കുന്നു. സംഘർഷങ്ങളിലൂടെയാണെങ്കിലും ദാവീദിൻ്റെ ക്രമാനുഗതമായ ഉയർച്ച ദൈവം തന്റെ വാഗ്ദാനങ്ങൾ അവിടുത്തെ സമയത്ത് നിറവേറ്റുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. സൗളിൻ്റെ വംശത്തിൻ്റെ പതനവും ദാവീദിൻ്റെ വളർച്ചയും മാനുഷിക മോഹങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പ്രതിഫലിപ്പിക്കുന്നത്. കത്തോലിക്ക വീക്ഷണത്തിൽ ദാവീദിൻ്റെ രാജവാഴ്ച ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദാവീദിനെ പോലെ യേശുവും അധികാരം ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് അനുസരണത്തിലൂടെയും ആത്മത്യാഗത്തിലൂടെയുമാണ് സ്ഥാപിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യം. സൗളിൻ്റെ കുടുംബത്തോടുള്ള ദാവീദിൻ്റെ ബഹുമാനവും നീതിയോടുള്ള പ്രതിബദ്ധതയും യഥാർത്ഥ നേതൃത്വം ധാർമ്മികവും ദൈവത്തോടുള്ള വിശ്വസ്തയുമാണെന്ന് കാണിക്കുന്നു. അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണെന്നും അത് നീതിയോടും വിനയത്തോടും വിശ്വസ്തയോടും കൂടി വിനിയോഗിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നു. പൂർണ്ണരാജാവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു നേതാവിൻ്റെ മാതൃകയായി ദാവീദ് മാറുന്നു. 2. രാഷ്ട്രീയവും മതപരവുമായ അടിത്തറ. ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം തൻ്റെ രാജ്യത്തിന് ശക്തവും ഏകീകൃതവുമായ ഒരു കേന്ദ്രം സ്ഥാപിക്കുവാൻ ദാവീദ് ആഗ്രഹിച്ചു. ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തിൻ്റെ നഗരം തിരഞ്ഞെടുക്കുന്നതിന് പകരം തന്ത്രപ്രധാനവും നിഷ്പക്ഷവും യെബൂസ്യർ വസിച്ചിരുന്നതുമായ ജെറുസലേം നഗരത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. തങ്ങളുടെ നഗരം സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചിരുന്ന യെബൂസ്യർ ദാവീദിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിവിടെ കടക്കാനാവില്ല, നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി. സാമുവേൽ 2-ാം പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. എങ്കിലും ദാവീദ് സിയോൻ കോട്ട കീഴടക്കി. അത് പിന്നീട് ദാവീദിൻ്റെ നഗരമെന്ന് അറിയപ്പെട്ടു. സാമുവേൽ 2-ാം പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. അദ്ദേഹം അവിടെ താമസം ഉറപ്പിക്കുകയും നഗരം ശക്തിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ യെരൂശലേം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയവും ഭരണപരവുമായ കേന്ദ്രമായി മാറി. ദാവീദിൻ്റെ വിജയം കേവലം സൈനിക നൈപുണ്യം കൊണ്ട് മാത്രമല്ല എന്ന് തിരുവചനം ഊന്നിപ്പറയുന്നു. ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം. അങ്ങനെ യെരൂശലേം ഐക്യത്തിൻ്റെയും സ്ഥിരതയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും അടയാളമായി മാറി. ഇത് മാനുഷിക തന്ത്രങ്ങളാൽ മാത്രമല്ല, ദൈവിക പരിപാലനയാൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരമായിരുന്നു. ഫിലിസ്ത്യർക്ക് മേലുള്ള വിജയങ്ങൾ. സാമുവേൽ 2-ാം പുസ്തകം 5-ാം അധ്യായം 17 മുതൽ 25 വരെ വാക്യങ്ങൾ. ദാവീദ്
ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതറിഞ്ഞ ഫിലിസ്ത്യർ അദ്ദേഹത്തെ ഒരു ഭീഷണിയായി കാണുകയും ആക്രമിക്കുവാൻ വരികയും ചെയ്തു. ദാവീദ് പെട്ടെന്ന് പ്രകോപിതനായി പ്രവർത്തിച്ചില്ല. പകരം യുദ്ധത്തിന് മുൻപ് അദ്ദേഹം കർത്താവിൻ്റെ മാർഗനിർദ്ദേശം തേടി. ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണോ? അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ദാവീദ് കർത്താവിനോട് ചോദിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. കർത്താവ് അദ്ദേഹത്തിന് വിജയം വാഗ്ദാനം ചെയ്തു. ദാവീദ് ഫിലിസ്ത്യരെ ബാൽ പെറാസീമിൽ വെച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു, വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുൻപിൽ ചിതറിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം. ഫിലിസ്ത്യർ തങ്ങളുടെ വിഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ദാവീദും കൂട്ടരും ആ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റിയത് വ്യാജ ദൈവങ്ങൾക്കുമേൽ സത്യദൈവത്തിനുള്ള വിജയം വെളിപ്പെടുത്തി. എങ്കിലും ഫിലിസ്ത്യർ വീണ്ടും വന്നപ്പോൾ ദാവീദ് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ഉപദേശം തേടി. ഇത്തവണ ദൈവം വ്യത്യസ്തമായൊരു തന്ത്രമാണ് നൽകിയത്. നേരിട്ട് ആക്രമിക്കാതെ അവർക്ക് പിന്നിലൂടെ ചുറ്റിപ്പോകാനും ബാൽസം മരങ്ങളുടെ മുകളിൽ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ മാത്രം ആക്രമിക്കാനും നിർദ്ദേശിച്ചു. കർത്താവ് അവർക്ക് മുൻപേ പുറപ്പെട്ടിരുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു അത്. സാമുവേൽ 2-ാം പുസ്തകം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ദാവീദ് അത് കൃത്യമായി അനുസരിക്കുകയും വീണ്ടും വിജയം നേടുകയും ചെയ്തു. ദാവീദിൻ്റെ ശക്തി കേവലം സൈനിക ബലത്തിലല്ല, മറിച്ച് ദൈവത്തോടുള്ള അനുസരണത്തിലും അവിടുത്തെ മാർഗനിർദ്ദേശത്തിലുമുള്ള ആശ്രയത്വത്തിലും ആണെന്ന് ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 23 വരെ വാക്യങ്ങൾ. രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കിയ ശേഷം ജെറുസലേമിനെ ഇസ്രായേലിൻ്റെ മതകേന്ദ്രമാക്കി മാറ്റാനും ദാവീദ് ആഗ്രഹിച്ചു. അദ്ദേഹം തിരഞ്ഞെടുത്ത 30,000 പുരുഷന്മാരെ കൂട്ടി ദൈവസാന്നിധ്യത്തിൻ്റെ പവിത്ര അടയാളമായ ഉടമ്പടിയുടെ പേടകം കിരിയാത് യയാരീമിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാൻ പുറപ്പെട്ടു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഉടമ്പടിയുടെ പേടകവും കൂടാരവും അല്ലെങ്കിൽ ടാബർനാക്കളും ഒന്നല്ല. പേടകം ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന പവിത്ര പെട്ടിയായിരുന്നു. എന്നാൽ കൂടാരം അത് സൂക്ഷിക്കാനും ആരാധന അർപ്പിക്കാനുമുള്ള ടെൻ്റായിരുന്നു. പേടകം ശത്രുക്കൾ പിടിച്ചെടുക്കുകയും പിന്നീട് തിരികെ ലഭിക്കുകയും ചെയ്ത ശേഷം അത് കിരിയാത് യയാരീമിലെ അബിനാദാബിൻ്റെ വീട്ടിലായിരുന്നു. ഈ സമയത്ത് കൂടാരം നോബിലും പിന്നീട് ഗിബിയോണിലുമായിരുന്നു. ദാവീദ് പേടകം ജെറുസലേമിൽ എത്തിച്ചപ്പോൾ അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ ഒരു കൂടാരത്തിൽ അത് സ്ഥാപിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം. എങ്കിലും യഥാർത്ഥ കൂടാരം അപ്പോൾ ജെറുസലേമിലേക്ക് മാറ്റിയില്ല. സോളമൻ ദേവാലയം പണിയുന്നതുവരെ അത് ഗിബിയോനിൽ തന്നെ തുടർന്നു. അതിനുശേഷമാണ് പേടകവും ആരാധനയും ജെറുസലേമിൽ പൂർണ്ണമായും ഒന്നിച്ചത്. പേടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അകമ്പടിയോടെ വലിയ ആഘോഷമായി കൊണ്ടുവന്നു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 3 മുതൽ 5 വരെ വാക്യങ്ങൾ. എന്നാൽ യാത്രക്കിടയിൽ കാളകൾ ഇടറിയപ്പോൾ ഊസ പേടകത്തിൽ താങ്ങാനായി കൈവച്ചു. ആ നിമിഷം കർത്താവിൻ്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിന് നേരെ കൈ നീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പേടകത്തിനരികെ മരിച്ചു വീണു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. ഈ സംഭവം ദാവീദിനെ ഭയപ്പെടുത്തി. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 6 അധ്യായം 9-ാം വാക്യം. തൽക്കാലം പേടകം അദ്ദേഹം ഒബേദ് എദോമിൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ചു. അവിടെ ഇരുന്ന 3 മാസക്കാലം കർത്താവ് ഒബേദ് എദോമിനെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിച്ചു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പേടകം അർഹമായ ആദരവോടെയും ദൈവിക നിയമപ്രകാരവും കൊണ്ടുവരണമെന്ന് ദാവീദ് മനസ്സിലാക്കി. അദ്ദേഹം വലിയ ഭക്തിയോടെ പേടകം ജെറുസലേമിലേക്ക് ആനയിച്ചു. ബലികൾ അർപ്പിക്കുകയും ചണവസ്ത്രം ധരിച്ചുകൊണ്ട് ദാവീദ് കർത്താവിൻ്റെ മുമ്പിൽ സർവ്വശക്തിയും എടുത്ത് നൃത്തം ചെയ്യുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. പേടകം നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ വലിയ സന്തോഷ ആരവങ്ങളും കൊമ്പുവിളികളും മുഴങ്ങി. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം. ദാവീദ് കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുകയും എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദൈവ സാന്നിധ്യം സമൂഹത്തിന് മുഴുവൻ അനുഗ്രഹം കൊണ്ടുവരുമെന്ന് ഇത് കാണിക്കുന്നു. എന്നാൽ ദാവീദിൻ്റെ വിനീതമായ ആരാധന ഇഷ്ടപ്പെടാത്തവർ ഉണ്ടായിരുന്നു.
സൗളിൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായ മിഖാൽ ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ട് തൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ നിന്ദിച്ചു. രാജകീയമല്ലാത്ത പെരുമാറ്റം എന്ന് പറഞ്ഞ് അവൾ പിന്നീട് അദ്ദേഹത്തെ വിമർശിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 16-20 വാക്യങ്ങൾ. എന്നാൽ തന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുമ്പിലാണ് താൻ ആഘോഷിച്ചതെന്നും ദൈവത്തിൻ്റെ മുമ്പിൽ ഇനിയും സ്വയം വിനീതനാകാൻ താൻ തയ്യാറാണെന്നും ദാവീദ് മറുപടി നൽകി. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 21-22 വാക്യങ്ങൾ. മിഖാലിന് മരണം വരെ കുട്ടികൾ ഉണ്ടായില്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യം. യഥാർത്ഥ ആരാധനയെ തള്ളിക്കളയുന്നതിലൂടെ ഉണ്ടാകുന്ന ആത്മീയ വന്ധ്യതയുടെ പ്രതീകമാണ് ഇത്. യഹൂദ വീക്ഷണത്തിൽ ജെറുസലേം കീഴടക്കിയതിലൂടെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയവും ആത്മീയവുമായ കേന്ദ്രമായി ആ നഗരത്തെ ദൈവം തിരഞ്ഞെടുത്തതായി മനസ്സിലാക്കാം. ദൈവനാമം വസിക്കുന്ന ഇടമായി അത് മാറുന്നു. പേടകത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കാണിക്കേണ്ട കർക്കശമായ ഭക്തി ദൈവത്തിൻ്റെ പരിശുദ്ധി എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നു. വിശുദ്ധ കാര്യങ്ങളിൽ ദൈവകൽപ്പനകൾ കൃത്യമായി പാലിക്കപ്പെടണമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഊസായുടെ മരണം. കത്തോലിക്ക വീക്ഷണത്തിൽ ജെറുസലേം എന്നത് ദൈവിക അധികാരത്തിന് കീഴിൽ ഒന്നിച്ച ദൈവജനത്തിൻ്റെ അഥവാ സഭയുടെ മുൻരൂപമാണ്. ഉടമ്പടിയുടെ പേടകം ക്രിസ്തുവിലും വിശുദ്ധ കുർബാനയിലും പൂർണ്ണമാകുന്ന ദൈവ സാന്നിധ്യത്തെ മുൻകൂട്ടി കാണിക്കുന്നു. പേടകത്തെ എത്രമാത്രം ഭക്തിയോടെയാണോ കരുതിയത്, അപ്രകാരം തന്നെ വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ആഴമായ ഭക്തിയോടെ സമീപിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ആരാധനയിൽ ഭക്തിയും സന്തോഷവും അടങ്ങിയിരിക്കണമെന്ന് ദാവീദിൻ്റെ മാതൃക പഠിപ്പിക്കുന്നു. നൃത്തം ചെയ്യുന്നതിലൂടെയുള്ള ദാവീദിൻ്റെ എളിമ തൻ്റെ അഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്ന വിശ്വാസിയുടെ ശരിയായ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതേസമയം വിശുദ്ധമായ യാഥാർത്ഥ്യങ്ങളെ അശ്രദ്ധയോ വ്യക്തിപരമായ സൗകര്യത്തിനനുസരിച്ചോ സമീപിക്കാൻ പാടില്ലെന്നും ദൈവഹിതമനുസരിച്ച് അവയെ ആദരിക്കണമെന്നും ഊസായുടെ മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3. ദൈവിക ഉടമ്പടിയും രാജ്യവ്യാപനവും. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം 19 വരെ വാക്യങ്ങൾ. തൻ്റെ രാജ്യം ഉറപ്പിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് സമാധാനം സംസ്ഥാപിക്കുകയും ചെയ്ത ശേഷം ദാവീദ് ജെറുസലേമിലെ തൻ്റെ രാജകൊട്ടാരത്തിൽ താമസമാക്കി. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു, ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിനായി ഒരു സ്ഥിരമായ ദേവാലയം പണിയാൻ ദാവീദ് ആഗ്രഹിച്ചു. ആദ്യം നാഥാൻ ഇതിന് സമ്മതം നൽകിയെങ്കിലും അന്ന് രാത്രി കർത്താവിൻ്റെ വചനം നാഥാന് ലഭിച്ചു. ദാവീദ് തനിക്ക് ഒരു ആലയം പണിയുകയല്ല വേണ്ടതെന്ന് ദൈവം അറിയിച്ചു. പകരം ദൈവം തന്നെ ദാവീദിനായി ഒരു ഭവനം പണിയും, അതായത് എന്നേക്ക് നിലനിൽക്കുന്ന ഒരു രാജവംശം. നാഥാൻ വഴി ദൈവം ദാവീദിനെ പഴയ കാലം ഓർമ്മിപ്പിച്ചു. ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. 2 സാമുവേൽ 7-ാം അധ്യായം 8-ാം വാക്യം. ദാവീദിൻ്റെ നാമം മഹത്തരമാക്കുമെന്നും ഇസ്രായേലിന് സുരക്ഷിതമായ ഒരിടം നൽകുമെന്നും കർത്താവ് വാഗ്ദാനം ചെയ്തു. ഏറ്റവും പ്രധാനമായി അവിടുന്ന് പ്രഖ്യാപിച്ചു, നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യം. ദൈവനാമത്തിനായി ഒരു ആലയം പണിയുന്ന ദാവീദിൻ്റെ സന്തതിയെക്കുറിച്ചും ദൈവം അരുൾ ചെയ്തു. അത് പിന്നീട് നിർവഹിച്ചത് സോളമനായിരുന്നു. ശിക്ഷണം ആവശ്യമായി വരുമ്പോൾ പോലും തൻ്റെ കാരുണ്യം ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വിട്ടുപോവുകയില്ലെന്നും ദൈവം വാഗ്ദാനം ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഈ വാഗ്ദാനങ്ങൾ കേട്ട് ദാവീദ് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. ഏറെ വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിനും ഉടമ്പടി ഉറപ്പിച്ചതിനും അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. ദാവീദിൻ്റെ പ്രാർത്ഥന കൃതജ്ഞതയും വിസ്മയവും ദൈവകാരുണ്യത്തിലുള്ള പൂർണ്ണ ആശ്രയത്വവും വെളിപ്പെടുത്തുന്നു. സൈനിക വിജയവും ഭരണ സംവിധാനവും. സാമുവേൽ 2-ാം പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങൾ. ഉടമ്പടിക്ക് ശേഷം ദാവീദ് തൻ്റെ രാജ്യം ശക്തിപ്പെടുത്തുന്നത് തുടർന്നു. ദൈവസഹായത്താൽ ചുറ്റുമുള്ള പല ജനതകൾക്കുമേൽ അദ്ദേഹം വിജയം നേടി. ഇസ്രായേലിൻ്റെ ദീർഘകാല ശത്രുക്കളായ ഫിലിസ്തരെ അദ്ദേഹം കീഴ്പ്പെടുത്തി.
മോവാബിനെ പരാജയപ്പെടുത്തി അവരെ നികുതിദായകരാക്കി. 2 സാമുവേൽ 8 അധ്യായം 1-2 വാക്യങ്ങൾ. സോബയിലെ രാജാവായ ഹദദേസറിനെയും അദ്ദേഹത്തെ സഹായിക്കാൻ വന്ന ആരാമ്യരെയും സിറിയക്കാരെയും ദാവീദ് പരാജയപ്പെടുത്തി. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിയെന്ന് തിരുവചനം ആവർത്തിച്ച് പറയുന്നു. സാമുവേൽ 2 പുസ്തകം 8 അധ്യായം 6-14 വാക്യങ്ങൾ. യുദ്ധത്തിൽ ലഭിച്ച വെള്ളി, സ്വർണം, വെങ്കലം എന്നിവ ദാവീദ് കർത്താവിനായി സമർപ്പിച്ചു. 2 സാമുവേൽ 8 അധ്യായം 11 വാക്യം. സൈനിക ശക്തി മാത്രമല്ല, നീതിനിഷ്ഠമായ ഭരണവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തൻ്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു. സാമുവേൽ 2 പുസ്തകം 8 അധ്യായം 15 വാക്യം. സൈന്യം, പുരോഹിതർ, കൊട്ടാരം എന്നിവയുടെ ചുമതലകൾക്കായി ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്ത് ക്രമവും സമാധാനവും ഉറപ്പാക്കി. ഒരു ഉദാത്ത കാരുണ്യ പ്രവർത്തനയിലൂടെ ദാവീദ് സാവൂളിൻ്റെ മകനായ യോനാഥാനുമായുള്ള തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. യോനാഥാനെ പ്രതി താൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി. സാമുവേൽ 2 പുസ്തകം 9 അധ്യായം 1 വാക്യം. യോനാഥാന്റെ മകനും ഇരുകാലുകളും വൈകല്യമുള്ളവനുമായ മെഫിബോഷെത്തിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. പുതിയ രാജാക്കന്മാർ പഴയ രാജവംശത്തെ നശിപ്പിക്കുന്നത് പതിവായതിനാൽ ഭയപ്പെട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു മെഫിബോഷെത്ത്. അദ്ദേഹത്തെ ദാവീദിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഭയത്തോടെ പ്രണമിച്ചു. എന്നാൽ ദാവീദ് അവനെ ആശ്വസിപ്പിച്ചു. ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ യോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. സാമുവേൽ 2 പുസ്തകം 9 അധ്യായം 7 വാക്യം. സാവൂളിൻ്റെ ഭൂമിയെല്ലാം ദാവീദ് അദ്ദേഹത്തിന് തിരികെ നൽകി. കൂടാതെ തൻ്റെ സ്വന്തം പുത്രന്മാരെ പോലെ രാജാവിൻ്റെ മേശയിൽ എന്നും ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ മെഫിബോഷെത്ത് ജെറുസലേമിൽ വസിക്കുകയും തൻ്റെ ബലഹീനതകൾക്ക് ഇടയിലും രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു. ഇത് ഉടമ്പടികളോടുള്ള ദാവീദിൻ്റെ വിശ്വസ്തതയും കരുണയും വെളിപ്പെടുത്തുന്നു. ഇനി അമ്മോന്യരുമായുള്ള യുദ്ധം. സാമുവേൽ 2 പുസ്തകം 10 അധ്യായം 1 മുതൽ 19 വരെ വാക്യങ്ങൾ. ദാവീദിൻ്റെ ഭരണകാലത്ത് നയതന്ത്രപരമായ വെല്ലുവിളികളുമുണ്ടായി. അമ്മോന്യരുടെ രാജാവ് മരിച്ചപ്പോൾ ദയ കാണിക്കുന്നതിനായി ദാവീദ് തൻ്റെ ദൂതന്മാരെ അദ്ദേഹത്തിൻ്റെ മകനായ ഹാനൂൻ്റെ അടുക്കിലേക്ക് അയച്ചു. സാമുവേൽ 2 പുസ്തകം 10 അധ്യായം 2 വാക്യം. എന്നാൽ ദൂതന്മാർ ചാരന്മാരാണെന്ന് സംശയിച്ച ഹാനൂൻ്റെ ഉപദേശകർ അവരുടെ താടി പകുതി പഠിക്കുകയും വസ്ത്രങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്ത് അവരെ അപമാനിച്ചു. സാമുവേൽ 2 പുസ്തകം 10 അധ്യായം 3-4 വാക്യങ്ങൾ. ഇത് വലിയൊരു നിന്ദയായിരുന്നു. തങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ അമ്മോന്യർ യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ആരാമ്യരായ കൂലിപ്പടയാളികളെ വാടകയ്ക്കെടുക്കുകയും ചെയ്തു. യോവാബിൻ്റെ നേതൃത്വത്തിൽ ദാവീദ് തൻ്റെ സൈന്യത്തെ അയച്ചു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ശത്രുക്കൾ ആക്രമിച്ച കഠിന യുദ്ധമായിരുന്നു അത്. യോവാബ് തൻ്റെ സൈനികരെ വിശ്വാസത്താലും ധൈര്യത്താലും പ്രോത്സാഹിപ്പിച്ചു. ദൈവസഹായത്താൽ ഇസ്രായേൽ ആരാമ്യരെ പരാജയപ്പെടുത്തി. പിന്നീട് ആരാമ്യർ വീണ്ടും സംഘടിച്ചപ്പോൾ ദാവീദ് തന്നെ സൈന്യത്തെ നയിച്ച് വൻ വിജയം നേടി. സാമുവേൽ 2 പുസ്തകം 10 അധ്യായം 15 മുതൽ 18 വരെ വാക്യങ്ങൾ. ഇതിൻ്റെ ഫലമായി ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി സമാധാനത്തിലാവുകയും ദാവീദിന് കീഴ്പ്പെടുകയും ചെയ്തു. അങ്ങനെ ദാവീദിൻ്റെ രാജ്യം വ്യാപിക്കുകയും ദൈവാനുഗ്രഹത്താൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. യഹൂദ വീക്ഷണത്തിൽ ദാവീദുമായുള്ള ഉടമ്പടി അദ്ദേഹത്തിൻ്റെ വംശത്തിൽ നിന്ന് എന്നേക്കും ഭരിക്കുന്ന ഒരു ഭാവി രാജാവിനെ വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് രക്ഷകന് വേണ്ടിയുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനം. കത്തോലിക്ക വീക്ഷണത്തിൽ ഈ വാഗ്ദാനം ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. അവിടുത്തെ രാജ്യം നിത്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 32-33 വാക്യങ്ങൾ. നീതി, കരുണ, ദൈവത്തിലുള്ള ആശ്രയത്വം എന്നീ ഗുണങ്ങളുള്ള ഒരു രാജാവായ ദാവീദ് ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ രാജ്യത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മനുഷ്യൻ്റെ ബലഹീനതകൾക്കിടയിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്നുവെന്നും അവ ക്രിസ്തുവിലും അവിടുത്തെ രാജ്യത്തിലും പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നും ഈ ഉടമ്പടി വെളിപ്പെടുത്തുന്നു. ഇവയിൽ നിന്നുള്ള നമുക്കുള്ള പാഠങ്ങൾ നോക്കാം. 1. ദൈവത്തിൻ്റെ പദ്ധതി അവിടുത്തെ സമയത്ത് വെളിപ്പെടുന്നു. ദാവീദ് പെട്ടെന്നല്ല ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയെക്കുറിച്ചും ദൈവത്തിൻ്റെ സമയത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചുമാണ്. നമ്മുടെ ജീവിതം വൈകുന്നതോ അനിശ്ചിതത്വത്തിലോ ആണെന്ന് തോന്നുമ്പോഴും
ദൈവം ക്രമേണ നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. 2 സാമുവേൽ 3:1. 2. യഥാർത്ഥ നേതൃത്വത്തിന് നീതിയും സത്യസന്ധതയും ആവശ്യമാണ്. തെറ്റായ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകാൻ ദാവീദ് വിസമ്മതിക്കുകയും അനീതി പ്രവർത്തിച്ചവരെ ശിക്ഷിക്കുകയും ചെയ്തു. 2 സാമുവേൽ 4:9 മുതൽ 12 വരെ വാക്യങ്ങൾ. കുടുംബത്തിലോ സഭയിലോ സമൂഹത്തിലോ ഉള്ള നേതൃത്വം വ്യക്തിപരമായ നേട്ടത്തിലല്ല, മറിച്ച് നീതിയിലാണ് അധിഷ്ഠിതമാകേണ്ടത്. 3. എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടണം. ഓരോ യുദ്ധത്തിനു മുൻപും ദാവീദ് കർത്താവിനോട് ആലോചന നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയിലൂടെ ദൈവഹിതം അന്വേഷിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4. വിശുദ്ധമായ കാര്യങ്ങളോട് ആദരവ് ആവശ്യമാണ്. വിശുദ്ധമായവയെ അത്യന്തം ഭക്തിയോടെ സമീപിക്കണമെന്ന് ഊസായിയുടെ മരണം കാണിക്കുന്നു. കത്തോലിക്കർ എന്ന നിലയിൽ വിശുദ്ധ കുർബാനയെയും മറ്റു കൂദാശകളെയും ആഴമായ ബഹുമാനത്തോടും ഭക്തിയോടും കൂടി ആദരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 5. യഥാർത്ഥ ആരാധനയിൽ വിനയവും സന്തോഷവും അടങ്ങിയിരിക്കുന്നു. ദാവീദ് തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്തു. യഥാർത്ഥ ആരാധന മാനുഷിക അഭിമാനത്തിലല്ല, മറിച്ച് ദൈവത്തോടുള്ള സന്തോഷപൂർണമായ സമർപ്പണത്തിലാണ്. 6. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തവും ശാശ്വതവുമാണ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുവെന്ന് ദാവീദുമായുള്ള ഉടമ്പടി നമുക്ക് ഉറപ്പ് നൽകുന്നു. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യം. മാനുഷിക ബലഹീനതകൾ ഉണ്ടാകുമ്പോൾ പോലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി വിശ്വസ്തയോടെ തുടരുന്നു. 7. മറ്റുള്ളവരോട് കരുണയും വിശ്വസ്തയും സ്നേഹവും കാണിക്കുക. മെഫീബോശേത്തിനോടുള്ള ദാവീദിൻ്റെ ദയ ഉടമ്പടി സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. ബലഹീനരെയും വിസ്മരിക്കപ്പെട്ടവരെയും ആവശ്യത്തിലിരിക്കുന്നവരെയും അനുകമ്പയോടെ പരിഗണിക്കാൻ നാം കടപ്പെട്ടവരാണ്. 8. എല്ലാ വിജയങ്ങളുടെയും മഹത്വം ദൈവത്തിന് നൽകണം. തൻ്റെ വിജയങ്ങൾ കർത്താവിൻ്റേതാണെന്ന് ദാവീദ് അംഗീകരിക്കുകയും തനിക്ക് ലഭിച്ചവ ദൈവത്തിന് തിരികെ സമർപ്പിക്കുകയും ചെയ്യുന്നു. സാമുവേൽ 2-ാം പുസ്തകം 8-11. നമ്മുടെ നേട്ടങ്ങളിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണെന്ന് നാം തിരിച്ചറിയണം. 9. വെല്ലുവിളികളുടെ സമയത്ത് ദൈവത്തിൽ വിശ്വസിക്കുക. ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ ദാവീദ് സ്വന്തം ശക്തിയിലല്ല ദൈവത്തിലാണ് ആശ്രയിച്ചത്. 2 സാമുവേൽ 10-ാം അധ്യായം 12-ാം വാക്യം. പ്രതിസന്ധികളെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി നേരിടാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 10. ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം ക്രിസ്തുവിലാണ്. ഈ സംഭവങ്ങളെല്ലാം ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വരുന്ന ശാശ്വത രാജാവായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ലൂക്ക 1:32-33 വാക്യങ്ങൾ. നമ്മുടെ പരമപ്രത്യാശ ലൗകിക ശക്തിയിലല്ല, മറിച്ച് എന്നേക്കും നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ദാവീദിനെ രാജാവായി വാഴിക്കുകയും അങ്ങയുടെ ജ്ഞാനത്താലും കൃപയാലും അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കാനും നീതിയോടും വിനയത്തോടും കൂടി നയിക്കാനും അങ്ങയുടെ സാന്നിധ്യത്തെ ഭക്തിയോടെ ആദരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ രാജ്യത്തിലെ വിശ്വസ്തരായ അംഗങ്ങളായി ജീവിക്കാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.